ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി സങ്കടം തോന്നിയൊരു വാർത്ത ന്യൂസ് പേപ്പറിലൊക്കെ വന്നത്, ഒരു കുട്ടിയുടെ കാലിൽ ഒരു പട്ടി നഖം കൊണ്ട് പോവുകയും പിന്നീട് ആ കൊച്ചത് വീട്ടിൽ പറയാതിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഈ കൊച്ച് വീട്ടിൽ പറയാതിരുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. ഒരുപക്ഷെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെന്ത് പറയും എന്നുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമോ എന്നുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇത്. ഞാൻ പലപ്പോഴും മാതാപിതാക്കളുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എൻ്റെ പേരൻറ്റിങ് മീറ്റിങ്ങുകളിലൊക്കെ ഈ കാര്യം ചർച്ച ചെയ്യാറുണ്ട്. മക്കൾക്ക് എന്തും വന്ന് തുറന്നു പറയാനുള്ള ഒരു അവസരം നിർബന്ധമായിട്ട് മാതാപിതാക്കൾ ഒരുക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മോന് കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവൻ്റെ കാലിൽ ഒരു ചെറിയ പോറൽ വന്നു. തൊട്ടടുത്തോടെ ഒരു പട്ടി കടന്നുപോയി. അവന് തന്നെ ഉറപ്പില്ല ഇത് പട്ടി തട്ടിയതാണോ അല്ലെങ്കിൽ മാന്തിയതാണോ എന്ന് ഉറപ്പില്ല. പിന്നീട് അത് ക്ലാരിഫൈ ചെയ്തു, അത് പട്ടി മാന്തിയതല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്തു. കാരണം അവനത് വന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും ആ ചെറിയ കാര്യങ്ങൾ മാതാപിതാക്കളോട് വന്ന് പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഒഴിവാകും. എന്തുകൊണ്ടാണ് കുട്ടികൾ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ, നീ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെയുള്ള ചില സംസാരം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെയോ ജ്യേഷ്ഠത്തിയുടെയോ ഒക്കെ ഭാഗത്തു നിന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സാധാരണ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യുവാനുള്ള ഒരു മനോഭാവം ഇല്ലാതാകുന്നു. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ജീവന്റെ വിലയാണ് ശരിക്കും ആ ഒരു കാര്യം പറയാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ തുലാസിൽ ആടുന്നത്. ആ കൊച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള റിസ്കുകളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺനെസ്സോട് കൂടി കാര്യങ്ങൾ പറയുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. കുട്ടികളെ അമിതമായിട്ട് നമ്മൾ ഭയപ്പെടുത്താൻ പാടില്ല. എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞ് ഉടനെ ഷൗട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള രീതി പല മാതാപിതാക്കളും അവലംബിക്കാറുണ്ട്. അത്തരത്തിലുള്ള രീതികൾ കുട്ടികൾ പിന്നീട് ഓപ്പൺ അപ്പ് ആവുന്നതിൽ നിന്ന് അവരെ പിൻവലിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ കുട്ടി എന്ത് ആണോ വന്ന് പറയുന്നത് അതിനെ കേൾക്കുവാൻ വേണ്ടിയിട്ട്, ക്ഷമയോടുകൂടി കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഞാൻ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അത് ചിലപ്പോൾ ചില ബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും ഈ കുട്ടിയെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂട്ടുകാരെ കുറിച്ചായിരിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ വീടുകൾ മാറണം. അതിന് പറ്റുന്ന വ്യക്തികളായിട്ട് മാതാപിതാക്കൾ മാറുകയും വേണം. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പണ്ടുകാലത്തൊക്കെ നമുക്ക് ധാരാളമായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തോടെ പോകുമ്പോൾ നമ്മളെ അറിയാവുന്നവർ ചോദിക്കുമായിരുന്നു, നീ എവിടെ പോവാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്ന് അത് കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു രീതിയൊക്കെ കുറവായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ മാതാപിതാക്കൾ തന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സ്കൂളിൽ ടീച്ചേഴ്സിന് ഒരു വലിയ റോളുണ്ട്. നമ്മുടെ നാട്ടിൽ മിക്ക കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ഇടപഴകി കഴിഞ്ഞാൽ, ഒരു ടീച്ചർ പേരന്റ് എന്നുള്ള രീതിയിൽ കുട്ടികളോട് ഇടപഴകി കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഒരുപക്ഷെ മാതാപിതാക്കളോട് പറയാത്ത കാര്യങ്ങൾ പോലും ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് പേരൻസും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് ഈ പേവിഷബാധ എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളിലുമുള്ള പേവിഷബാധയായിട്ട് മാറാറുണ്ട്. അത് ഒരുപക്ഷെ മയക്കുമരുന്നായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് അടിമത്തങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ പോയി കുട്ടികൾ വീഴുന്നത് പലപ്പോഴും അവർക്കൊരു ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പേരിലാണ്. അവർക്ക് ആരോടും ചെന്ന് ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാം.